പ്രിയ വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BA BSc ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ആസ്പദമാക്കിയുള്ള വീഡിയോകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സഹകരണം ചാനൽ സബ്സ്ക്രൈബിലൂടെയും ഷെയറിങ്ങിലൂടെയും പ്രതീക്ഷിക്കുന്നു. തുടർന്ന് വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത് ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷനാണ്. സാമാന്യ ഹിന്ദി വ്യാകരൺ തഥാ രചന എന്നതാണ് ബുക്കിൻ്റെ പേര്. ഇതിൽ ഗ്രാമർ ഭാഗമാണ് പ്രത്യേകമായി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കാണുക, മനസ്സിലാക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ശബ്ദവിചാർ, ഇതാണ് ആദ്യ ടോപ്പിക്. ശബ്ദ് എന്നാൽ എന്ത്? ശബ്ദ് എന്ന ഹിന്ദി വാക്കിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം വാക്ക് എന്നാണ്. എന്നാൽ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. एक या एक से अधिक वर्णों से बने ऐसे समूह को शब्द कहते हैं जिसका कोई न कोई अर्थ अवश्य हो. ഒന്നോ ഒന്നിലധികമോ അക്ഷരങ്ങളുടെ അർത്ഥപൂർണമായ സമൂഹത്തെ ശബ്ദ് എന്ന് പറയുന്നു. ഇതിന് മറ്റൊരു ഡെഫിനിഷൻ തന്നെ നോക്കാം. ഇതിൻ്റെ അർത്ഥം പറയുന്നത് വർണ്ണോ കെ സാർത്ഥക് സമൂഹ് കോ ശബ്ദ് കഹാ ജാത്താ ഹെ. അക്ഷരങ്ങളുടെ അർത്ഥപൂർണമായ സമൂഹത്തെ ശബ്ദ്, അതായത് വാക്ക് എന്ന് പറയുന്നു. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. സന്തര, കബൂത്തർ, ടെലിഫോൺ, ആ, ഗായ്, ഘർ തുടങ്ങിയവ. ഈ വാക്കുകൾക്കെല്ലാം അർത്ഥമുണ്ട്. ഒരക്ഷരം മാത്രമുള്ള ആ, ജ, ഗ തുടങ്ങിയവയ്ക്കും അർത്ഥമുണ്ട്. ഈ കാണുന്നത് ശ്രദ്ധിക്കാം. ഇൻ ശബ്ദോं की रचना एक या एक से अधिक वर्णों के मेल से हुई है. वर्णों के ये मेल सार्थक है जिनसे किसी अर्थ का बोध होता है. ഈ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം നോക്കാം. ഈ വാക്കുകളുടെ എല്ലാം സൃഷ്ടി ഒന്നോ ഒന്നിലധികമുള്ള അക്ഷരങ്ങളുടെ കൂടിച്ചേരലുകൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. വർണ്ണോ കെ യെ മേൾ സാർത്ഥക് ഹേ. ഈ അക്ഷരങ്ങളുടെ കൂടിച്ചേരൽ ഒരു അർത്ഥപൂർണത ഉള്ളതാണ്. ജിൻസെ കിസി അർത്ഥ കാ ബോധ ഹേ. അതിനാൽ തന്നെ അതിനൊരു അർത്ഥമുണ്ട് എന്നൊരു ബോധമുണ്ട്. അതായത് നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിനൊരു പെർഫെക്റ്റ് അർത്ഥമുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ട്. ഘർ മേം ദോ വർണ്ണോ കാ മേൾ ഹേ ജിസ്കാ അർത്ഥ ഹേ മക്കാൻ ജിസ്മേം ലോക് രഹത്തെ ഹേ. ഇവിടെ ഘർ എന്നുള്ളൊരു വാക്കിനെ എടുത്ത് നോക്കാം. ഘർ എന്ന വാക്കിൽ രണ്ടക്ഷരങ്ങളേ ഉള്ളൂ. ഖ എന്നുള്ള അക്ഷരവും ര എന്നുള്ള അക്ഷരവും. ഈ രണ്ടക്ഷരങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ട് അർത്ഥമായിരിക്കുന്നത് മക്കാൻ എന്നാണ്, അതായത് വീട്. ജിസ്ക അർത്ഥ ഹേ മക്കാൻ, അതിൻ്റെ അർത്ഥം വീട് എന്നാണ്. അവിടെയാണ് ആൾക്കാർ താമസിക്കുന്നത്. ജഹാം ലോക് രഹത്തെ ഹേ ഉസിക്കോ ഘർ കഹത്തെ ഹേ മക്കാൻ കഹത്തെ ഹേ. ഹർ ഹാലത്ത് മേം ശബ്ദ് സാർത്ഥക് ഹോനാ ചാഹിയെ. ഏതവസ്ഥയിലും വാക്കുകൾ അർത്ഥപൂർണതയുള്ളതായിരിക്കണം. വ്യാകരണത്തിൽ നിരർത്ഥക ശബ്ദവും കേലിയ സ്ഥാൻ നഹിയെ. വ്യാകരണത്തിൻ്റെ അത് ഗ്രാമറിക്കൽ പാറ്റേണിൽ നോക്കുമ്പോൾ ഒരു ചാൻസുമില്ല. ഏതിന്? അർത്ഥമില്ലാത്ത വാക്കുകൾക്ക് യാതൊരുവിധ സ്ഥാനവും കാണുന്നില്ല. അപ്പോൾ ശബ്ദ് എന്നാൽ എന്ത് എന്ന ചോദ്യം വന്നാൽ എഴുതാമല്ലോ. എന്നാൽ ഇത് മാത്രമാകില്ല ചോദ്യം. ഇതിനോടനുബന്ധിച്ച് വേറെയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ശബ്ദ് കെ ഭേദ്, ഇതാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. വാക്കിൻ്റെ കാറ്റഗറീസ്. अर्थ, प्रयोग, उत्पत्ति और व्युत्पत्ति की दृष्टि से शब्द के कई भेद है. इसका वर्णन निम्न प्रकार है. അതായത് താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ശബ്ദങ്ങളുടെ ഭേദങ്ങൾ. അർത്ഥത്തിനെ ആസ്പദമാക്കി, പ്രയോഗത്തിനെ ആസ്പദമാക്കി, ഉത്പത്തിയെയും അതുപോലെ തന്നെ വ്യുത്പത്തിയെയും ആസ്പദമാക്കിയിട്ട് ശബ്ദത്തിൻ്റെ, അതായത് വാക്കുകളെ വേർതിരിച്ചിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അർത്ഥക്ക് ദൃഷ്ടി സേ ശബ്ദ കെ ഭേദ്. അർത്ഥത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഈ ഒരു വാക്കുകളുടെ കാറ്റഗറൈസേഷൻ എങ്ങനെയാണ് നോക്കാം. 1 സാർത്ഥക ശബ്ദ്, 2 നിരർത്ഥക ശബ്ദ്. അപ്പോൾ സാർത്ഥക ശബ്ദം എന്താണ്, നിരർത്ഥക ശബ്ദം എന്താണെന്ന് വാക്കുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ.
കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് എന്താണ് സാർത്ഥക ശബ്ദ് എന്ന് നോക്കാം. जिस वर्ण समूह का स्पष्ट रूप से कोई अर्थ निकले उसे सार्थक शब्द कहते हैं. ഏതൊരു വർണ്ണസമൂഹത്തിൻ്റെ, വർണ്ണസമൂഹം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾ, അക്ഷരങ്ങളുടെ കൂട്ടം എന്നാൽ വാക്കുകൾ. അപ്പോൾ ഈ ഒരു അക്ഷരങ്ങളുടെ കൂട്ടമാകുന്ന വാക്കുകൾക്ക് സ്പഷ്ടമായ രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു അർത്ഥമുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു അർത്ഥമുണ്ടാവും. അതിനെയാണ് സാർത്ഥക ശബ്ദ് എന്ന് പറയുന്നത്. അതായത് ഒരു അർത്ഥമുള്ള വാക്കുകളെയാണ് സാർത്ഥക ശബ്ദ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കേ, ജൈസെ കമൽ, മേസ്, പാനി, താലാബ് തുടങ്ങിയവ. കമൽ എന്ന് പറഞ്ഞാൽ താമര, മേസ്, പാനി, താലാബ്, ടുകട, എങ്ങനെ പറയണമൊക്കെ അർത്ഥപൂർണ്ണമുള്ള വാക്കുകളാണ്. അർത്ഥപൂർണ്ണമില്ലാത്ത വാക്കുകളാണ് നിരർത്ഥക് ശബ്ദ് എന്ന് പറയും. നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് നിരർത്ഥക് ശബ്ദ്? ജിസ് വർണ്ണ സമൂഹ കാ കോയി അർത്ഥ ന നികലേ ഉസേ നിരർത്ഥക് ശബ്ദ് കഹത്തെ ഹേ. അപ്പോൾ ഏതൊരു വർണ്ണസമൂഹത്തെ, ഏതൊരു വാക്കുകൾക്കാണോ അർത്ഥമില്ലാതാകുന്നത്, അതായത് ആ വാക്കുകൾ കൊണ്ട് ഒരു അർത്ഥവും പുറത്തേക്ക് വരുന്നില്ല, അതിനൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു അർത്ഥമില്ല, അങ്ങനെയുള്ള വാക്കുകളെയാണ് എന്ത് പറയുന്നത്? നിരർത്ഥക് ശബ്ദ് എന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ട് സ്പഷ്ടമാണ് നിങ്ങൾക്ക് എന്താണ് സാർത്ഥക്, എന്താണ് നിരർത്ഥക് എന്നുള്ളത്, അല്ലേ? ഈ വാക്കുകൾക്കൊന്നും അർത്ഥമില്ല. റാഠി, ബിഠ, ചി, വാന, വോത്തി എന്ന് പറയുന്നത് സംസാര ഭാഷയിലൊക്കെ എവിടേക്കോ ഉപയോഗിക്കുന്നു എന്നുള്ള സിറ്റുവേഷനിലായിട്ട്, പക്ഷേ ഒരു കറക്റ്റായിട്ടൊരു അർത്ഥമില്ലാത്ത വാക്കുകളാണ് ഇവയെല്ലാം. ജസ്റ്റ് ഒരു ചെറിയ ഉദാഹരണം കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം. सार्थक शब्दों के अर्थ होते हैं और निरर्थक शब्दों के अर्थ नहीं होते. जैसे पानी सार्थक शब्द है और नीपा निरर्थक शब्द क्योंकि इसका कोई अर्थ नहीं. അപ്പോൾ ജസ്റ്റ് നോക്കിക്കേ, പാനി എന്ന വാക്ക് സാർത്ഥക ശബ്ദമാണ്. പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ, വെള്ളം. എന്നാൽ അത് ഉൾട്ട കർദിയത്തോ, ഉൾട്ട എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവണം? നീപ്പ. നീപ്പ എന്ന് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഇതിന് യാതൊരുവിധ അർത്ഥവുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ സാർത്ഥക്, നിരർത്ഥക് വളരെ വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റിൽ ഈ പറയാൻ പോകുന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതും കൂടി പറയാം. अर्थ के आधार पर शब्दों के 3 भेद है. पहला वाचक, दूसरा लाक्षणिक, तीसरा വ്യഞ്ജക്. അതായത് അർത്ഥത്തെ ആസ്പദമാക്കി അതിനെ ബേസ് ചെയ്തിട്ട് വാക്കിനെ 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. 1 വാചക്, 2 ലാക്ഷണിക്, 3 വ്യഞ്ജക് എന്ന്. ഇതിൽ നമുക്ക് വാചക് ശബ്ദ് അത് എന്താണെന്ന് നോക്കാം. വാചക് ശബ്ദ് മാനെ ക്യാ ഹെ? ജിസ്കാ ഏക് अर्थ होता है उसे वाचक शब्द कहते हैं जो सुगमता से समझ में आता है. അതായത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥപൂർണമായ വാക്കുകളെയാണ് വാചക ശബ്ദ് എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം നോക്കൂ, മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളതാണോ എന്ന് നോക്കി. രാം, ഗംഗ, കഹാം, ദോഡ്ന, എക്സെട്ര എക്സെട്ര എക്സെട്ര, ഇഷ്ടംപോലെ. ഇതിനൊക്കെ അർത്ഥങ്ങൾ എന്താ? രാം ഒരു വ്യക്തിയുടെ പേര്, ഗംഗ ഒരു നദിയുടെ പേരാകാം, ഒരു പെൺകുട്ടിയുടെ പേരാകാം. അതുപോലെ തന്നെ കഹാം എവിടെ, വേർ, ദോഡ്ന ഓടുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ. ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുകളുമില്ലാത്ത വാക്കുകളാണ്. അപ്പോൾ ഇത്തരം വാക്കുകളെയാണ് എന്ത് പറയുന്നത്? വാചക ശബ്ദ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലാക്ഷണിക് എന്നാണ്. അപ്പോൾ എന്താണ് ലാക്ഷണിക് ശബ്ദ്? रूढ़ी के कारण या किसी प्रयोजन के लिए मुख्य अर्थ के संबंध किसी अन्य अर्थ का बोध होता है. ऐसे शब्दों को लाक्षणिक शब्द कहते हैं. ഇതാണ് ലാക്ഷണിക് ശബ്ദിൻ്റെ ഡെഫിനിഷൻ. ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഇപ്പോൾ പറയുന്നില്ല. ഇതിൻ്റെ ഡെഫിനിഷനെ മലയാള പരിഭാഷയ്ക്ക് ശേഷം പറഞ്ഞു തരാം. സാമ്പ്രദായികത കാരണം, അതായത് രൂഢി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള. അപ്പോൾ ഒരു സാമ്പ്രദായികത കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനത്തിന് വേണ്ടി പ്രധാന അർത്ഥത്തിനോട് ബന്ധപ്പെടുത്തി മറ്റൊരു അർത്ഥത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അത്തരം രീതിയിലുള്ള വാക്കുകളെയാണ് ലാക്ഷണിക് ശബ്ദ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഉദാഹരണം കേട്ടു നോക്കൂ. ഉദാഹരണത്തിലൂടെ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകും. ഉദാഹരണം, രാമു ഗദ്ദ ഹെ.
രാമു ഗദ്ദ ഹെ. ഇവിടെ രാമു കഴുതയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ എന്താ നോക്കാം. ഇസ് वाक्य में गद्दे की मूर्खता का आरोप रामू पर किया गया है. മൂർഖത ഗദ്ദെ കാ ലക്ഷൺ ഹെ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ, ഈ ഒരു വാചകത്തിൽ ഗദ്ദയ്ക്ക് മൂർഖത, കഴുതയുടെ വിഡ്ഢിത്തം ആ രാമുവിൽ ആരോപിക്കപ്പെടുകയാണ്. വിഡ്ഢിത്തം എന്നത് കഴുതയുടെ ഒരു ലക്ഷണം തന്നെയാണ്. മൂർഖത കെ അർത്ഥമേ ഗദ്ദെ ശബ്ദ കാ പ്രയോഗ ഹുവാ ഹെ. അതായത് വിഡ്ഢി എന്ന അർത്ഥത്തിൽ കഴുത എന്ന വാക്കിനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാമുവിനെ നേരിട്ട് വിഡ്ഢി എന്ന് വിളിക്കാതെ കഴുത എന്ന് സംബോധന ചെയ്ത് അവൻ്റെ വിഡ്ഢിത്തത്തെ മനസ്സിലാക്കി തരികയാണ് ഈ ഒരു സെൻറ്റൻസിലൂടെയുള്ളത്. അതഹ ഇസ് വാക്യ മേ ഗദ്ദ ശബ്ദ് ലാക്ഷണിക് ശബ്ദ് കാ ഉദാഹരൺ ഹെ. അതായത് ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഗദ്ദ എന്ന വാക്ക് ലാക്ഷണിക പദത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഒരു ലക്ഷണമാണ്, ഒരു സിംബലൈസ്ഡ് ആണ് ചെയ്യുന്നത്, സിംബോളിക്കലായിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതിന് തൊട്ട് പിന്നാലെ മറ്റൊരു വേർഡും കൂടി ഒരു സെൻറ്റൻസും കൂടി ഉണ്ട്. ലഡ്ക ഷേർ ഹേ എന്ന് പറയുമ്പോൾ ആ വാചകത്തിൽ നിന്നും എന്ത് മനസ്സിലായി എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തത് വ്യഞ്ജക ശബ്ദ്. എന്താണ് വ്യഞ്ജക ശബ്ദ്? इससे न तो मुख्य अर्थ लिया जाता है न लाक्षणिक, बल्कि जिनसे कोई गूढ़ या सांकेतिक अर्थ प्राप्त होता है. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വാക്കുകളുടെ പ്രധാന അർത്ഥവും എടുക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ലാക്ഷണികമായ അർത്ഥവും എടുക്കാൻ കഴിയില്ല. എന്നാലോ ഈ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഗൂഢമായതോ അല്ലെങ്കിൽ സൂചനാപരമായതോ ആയ അർത്ഥം ഷുവറായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ട് സൂചനാപരമായതോ അല്ലെങ്കിൽ ഗൂഢമായ എന്തോ ഒരർത്ഥം നമുക്ക് ലഭിക്കും. ഉദാഹരണം നോക്കാം എന്താണെന്നുള്ളത്. തും ബഹാദുർ ഹോ എന്നൊരു വാക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിന് സെൻറ്റൻസ് ആയിട്ട് നോക്കുമ്പോൾ यदि कुरुक्षेत्र से भागकर आए हुए व्यक्ति को देखकर कहा जाए कि तुम बड़े बहादुर हो, तो यहाँ पर बहादुर बताकर उस व्यक्ति की कायरता की व्यंजना की गई है. അപ്പോൾ ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടി വന്ന ഒരാളെ നോക്കിയിട്ട് മറ്റൊരാൾ പറയാണ്, നീ വലിയ ധീരനാണ്. ബഹാദുർ എന്ന് പറഞ്ഞാൽ ധീരൻ, നീ വളരെ വലിയ ധീരനാണ് എന്ന് പറയുമ്പോൾ അത് അവൻ്റെ ധീരതയാണോ മെൻഷൻ ചെയ്യുന്നത്, അതോ അവൻ്റെ ഭീരുത്വത്തിനെയാണോ മെൻഷൻ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ കാണുന്നത് തും ബഡേ ബഹാദുർ ഹോ എന്ന വാക്കിൽ ഭയന്നോടി വന്ന ആളോട് നീ ധീരനാണ് എന്ന് പറയുന്നെങ്കിൽ സ്ട്രെയിറ്റ് ധീരൻ എന്ന അർത്ഥമല്ല അവിടെ ലഭിക്കുന്നത്, മറിച്ച് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഭീരു എന്ന അർത്ഥമാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഒരു വ്യഞ്ജകമായ രീതിയിലാണ് അതിനെ ഉപയോഗിച്ചത്. അതായത് വ്യഞ്ജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവം പ്രകടിപ്പിക്കുന്നതിനുള്ള വാക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോർഷനിൽ നിന്ന് പഠിക്കാൻ. അടുത്ത ഭാഗം അടുത്ത ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.